വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആഴ്ചവെടുത്തിന് 1-ാം ദിവസം മറ്റൊരു കാര്യത്തെ മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കലെത്തി. കർത്താവിൻ്റെ ശരീരത്തിൽ തൈലം പൂശുവാൻ അവൾ പോകുന്ന ഭാഗമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അവൾ രാവിലെ ഓടി കല്ലറയ്ക്കലെത്തി. അത് രാവിലെ അവിടെ ചെന്നപ്പോൾ കല്ലറയെ വാതുക്കൽ തുറന്നിരിക്കുന്നവൾ കണ്ട്, കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ട് അവൾ അവിടുന്ന് വേഗം ഓടി ശിഷ്യന്മാരടുക്കൽ വന്ന് പറഞ്ഞു. പത്രോസ് ഉൾപ്പെടെയുള്ളവർ അത് കേട്ടു. അവർ കല്ലറയിലേക്ക് ഓടി. മറ്റുള്ള ശിഷ്യന്മാർ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. ആദ്യം ഓടിയവർ കല്ലറയുടെ വാതിക്കൽ ചെന്നവർ നിന്നു. എന്നാൽ പത്രോസ് ചെന്നിട്ട് കല്ലറയുടെ അകത്ത് കടന്നു. അവന് മനസ്സിലായി കർത്താവ് ഉയർത്തെഴുന്നേറ്റുന്നു. താൻ അവിടെ നിരാശനായി മടങ്ങി. ആദ്യം ഓടി മുമ്പിൽ ചെന്നവരും കല്ലറയ്ക്ക് അകത്തിറങ്ങി നോക്കി. അവർ ബോധ്യപ്പെട്ട് തിരിച്ചു വന്നു. എന്നാൽ മറിയ തിരിച്ചു വരുവാൻ തയ്യാറായില്ല. 7 ഭൂതങ്ങൾ ബാധിച്ചു. ജീവിതത്തിൽ യേശുവിൽ കൂടിയുള്ള ആ വലിയ വിടുതൽ അനുഭവിച്ച അവൾക്ക് തന്റെ ഗുരുവിനെ കാണുവാനുള്ള ആകാംക്ഷയോടെ അവൾ ആ കല്ലറയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കണ്ണുനീര്, അവിടെ ഉള്ളിൽ നിന്ന് കയറി വന്ന വേദനയുടെ ആ കണ്ണുനീരിന്റെ ഭാഗം നാം വിവരിക്കുന്നതിലും അറിയുന്നതിലും അപ്പുറമാണ്. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കല്ലറയുടെ അകത്ത് 2 ദൂതന്മാർ കണ്ടു. അവർ ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അത് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കല്ലറയുടെ പുറത്ത് നമ്മുടെ കർത്താവ് യേശു നിൽക്കുകയാണ്. പക്ഷെ യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? നീ ആരെ തിരിയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച്, നീ എന്നെ യേശുവിനെ എടുത്തു പോയെങ്കിൽ പറയുക, ഞാനവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവൾ കർത്താവ് അവളെ മറിയേ എന്ന് വിളിച്ചു. അവൾ ഗുരുവേ എന്ന് വിളിച്ചു. അവൾക്ക് മനസ്സിലായി ഇത് തൻ്റെ നാഥനാണെന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഓടി അവൾ കല്ലറയ്ക്കലെത്തി. അവിടെ ഒന്നും അവൾ കണ്ടില്ല. തുറന്നിരിക്കുന്ന കല്ലറ കണ്ട് നിരാശയോടെ അവൾ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടുകയാണ്. അവൾ വീണ്ടും ശിഷ്യന്മാരുടെ കൂടെ തിരിച്ച് വീണ്ടും കല്ലറയിലേക്ക് ഓടുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം അവൾ കല്ലറയിലേക്ക് ഒന്ന് ഓടി. കണ്ടില്ല എന്ന് പറയുവാൻ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വീണ്ടും ഒന്നുകൂടി ഓടി. ശിഷ്യന്മാരുടെ അടുക്കൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കല്ലറയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവളും അവരുടെ കൂടെ വീണ്ടും ഒന്നുകൂടി ഓടി. ചുരുക്കം പറഞ്ഞാൽ 3 പ്രാവശ്യം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അവിടെ ചെന്ന് കർത്താവിനെ ആദ്യം ഓടിയവരൊന്നും കണ്ടില്ല. പക്ഷെ അവൾ അവിടെ നിന്ന് കർത്താവിനെ കണ്ടു. അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അവിടെ സംഭവിക്കുകയാണ്. കർത്താവ് അവളോട് പറഞ്ഞു, നീ ചെന്ന് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത ചെന്ന് പറയാൻ പറഞ്ഞു. അവൾ ഒരു ദൂതുവാഹിയായി അവിടെ മാറുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. കർത്താവിനെ നമ്മൾ അധികമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനെ കൂടുതൽ അറിയുവാനും കൂടുതൽ അടുക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അധികമായി ഉണ്ടാകും. ഇവിടെ മറിയയുടെ ജീവിതത്തിൽ അതാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ 7 ഭൂതങ്ങൾ ബാധിച്ച് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് തകർക്കപ്പെട്ട് അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. അതുകൊണ്ട് തന്റെ ഗുരു തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്ക് അവളൊരു സാക്ഷിയാണ്. അവളുടെ സ്നേഹമാണ് അവളെ കല്ലറയിൽ ഓടിയെത്തിയത്. അവൾക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ് കാണാതെ വന്നപ്പോൾ വേദനയോട് ഓടി വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത്. അവൾക്ക് ദൈവത്തോടുള്ള ആത്മാർത്ഥതയാണ് 3ാമതും ശിഷ്യന്മാരുടെ കൂടെ അവൾ ഓടി കല്ലറയ്ക്ക് എത്തിയത്. എന്നാൽ ഒന്നും കാണാതെ വന്ന് പലരും തിരിച്ചു വന്നപ്പോൾ അവൾ കല്ലറയിൽ തന്നെ കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കണ്ണുനീരിന്റെ ഫലം കണ്ടു. അവൾ എന്ത് ആഗ്രഹിച്ച് അവിടെ ചെന്നുവോ, എന്ത് കാണുവാൻ അവൾ ആഗ്രഹിച്ച് അവിടെ ചെന്നുവോ, അതിലപ്പുറമായ ഒരു ദൈവപ്രവൃത്തി ദൈവം അവിടെ കൺമുമ്പിൽ കാണിക്കുകയാണ്. മരിച്ച യേശുവിനെ കാണുവാനാണ് അവൾ ഓടിയതെങ്കിൽ ഉയർത്ത യേശുവിനെ കാണുവാൻ ദൈവം അവൾക്ക് കൃപ നൽകി. മാത്രമല്ല, അവളെ ഒരു ദൂതുവാഹിയായി ദൈവം ഉപയോഗിച്ചു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് വിഷയത്തിലാണ് കരയുന്നത്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, ഒരു ദൂതുവാഹിയായി ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഒരു ദൂതുവാഹിയായി ദൈവം നമ്മളെ മാറ്റാൻ പോവുകയാണ്. അനേകർ ഓടുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. ഒന്നും കാണുവാൻ കഴിയാതെ നിരാശരായി മടങ്ങുമ്പോൾ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, കണ്ണുനീരോടെ കല്ലറവാതിൽക്കൽ നിന്ന് അവൾ തന്റെ അരിമനാഥനെ കണ്ടു. അവൾ കണ്ണു നിറയെ കണ്ടു. അവൾ കർത്താവ് പറഞ്ഞ ദൂതുമായി ഓടി ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ അവനെ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുള്ള സാക്ഷ്യം അവൾ പറയുവാനിടയായി. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുനീര് ദൈവം മാറ്റും. ഒരു സാക്ഷിയായി ദൈവം നമ്മുടെ ദേശത്തും അനേക സ്ഥലങ്ങളിലും കർത്താവ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. ആമേൻ.